പല തരത്തിലുള്ള ഭ്രാന്തുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. മനുഷ്യന്മാർക്കൊക്കെ വട്ടാവുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും കുറ്റം പറയാൻ കഴിയില്ല. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്നല്ലേ? ഒരു വാഴപ്പഴത്തിന് വില 54 കോടി രൂപ. 54 കോടി രൂപയ്ക്കൊക്കെ ആരെങ്കിലും വാഴപ്പഴം വാങ്ങുമോ എന്നാണോ? എന്നാൽ വാങ്ങുന്നവരുമുണ്ട്. അങ്ങ് വാഷിംഗ്ടണിലാണ് സംഭവം. മിയാമി ബീച്ചിൽ വെച്ച് നടന്ന പ്രദർശനത്തിനിടയിലാണ് വാഴപ്പഴം ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റുപോയത്. ടേപ്പ് കൊണ്ട് ചുവരിൽ ഒട്ടിച്ച വാഴപ്പഴത്തിന്റെ ഇൻസ്റ്റലേഷൻ ആയിരുന്നു ഇത്. ഇറ്റാലിയൻ കലാകാരനായ മൗറീസിയോ കാറ്റലൻ ഒരുക്കിയ ഇൻസ്റ്റലേഷൻ ആയിരുന്നു ഇത്. ഒറിജിനൽ വാഴപ്പഴം ഉപയോഗിച്ച് തന്നെയാണ് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കിയത്. ഗ്യാലറിയുടെ ചുമരിൽ വെള്ളി നിറമുള്ള ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ച ഫ്രഷ് വാഴപ്പഴം വിറ്റുപോയത് $6.2 മില്യൺ കൊമേഡിയൻ എന്ന പേരിൽ പ്രദർശിപ്പിച്ച വാഴപ്പഴമാണ് ലേലത്തിൽ വൻ തുകയ്ക്ക് വിറ്റുപോയത്. ക്രിപ്റ്റോ കറൻസി സംരംഭകനാണ് വാഴപ്പഴം വാങ്ങിയിരിക്കുന്നത്. ലേലം പിടിച്ച ചൈനീസ് വംശജനായ വ്യവസായി ഉടൻ തന്നെ പഴങ്ങള് ലഘുഭക്ഷണമായി ആസ്വദിച്ച് കലാസൃഷ്ടി നശിപ്പിക്കാനുള്ള തന്റെ പദ്ധതി വെളിപ്പെടുത്തിയിരുന്നു. പിന്നീട് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. ഒരു ഹോട്ടലിൽ വെച്ച് 34-കാരൻ അത് കഴിക്കുകയും ചെയ്തു. ഇത് മറ്റു വാഴപ്പഴങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ചതാണ്, ഇത് വളരെ നല്ലതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. 2019 മൊറിസോ കാറ്റലൻ ആദ്യമായി കൊമേഡിയൻ എന്ന പേരിൽ വാഴപ്പഴം പ്രദർശനത്തിന് വെച്ചു. ബേസൽ മിയാമി ബീച്ചിൽ വെച്ച് തന്നെയായിരുന്നു ആ പ്രദർശനവും. വെളുത്ത ചുവരിൽ പതിപ്പിച്ചു വെച്ച വാഴപ്പഴം അന്ന് വലിയ വിമർശനങ്ങൾക്ക് ഇടയാവുകയും ചെയ്തു. ഇതെങ്ങനെ ഒരു ആർട്ടാകുമെന്നും ചോദ്യമുയർന്നു. മറ്റൊരു കലാകാരൻ അത് പറിച്ചെടുത്ത് തിന്നുകയും ചെയ്തു. എന്തായാലും ആ എക്സിബിഷൻ വാഴപ്പഴമായിരുന്നു ഹീറോ. അത്രയധികം ശ്രദ്ധയാണ് കൊമേഡിയന് അന്ന് കിട്ടിയത്. പിന്നീട് 3 തവണ കൂടി ഇതേ വാഴപ്പഴം പ്രദർശിപ്പിക്കപ്പെട്ടു. 1 ലക്ഷത്തിൽ കുറയാത്ത ഡോളറുകളിലാണ് അന്നെല്ലാം വിറ്റുപോയത്. 5 വർഷങ്ങൾക്ക് ശേഷം ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോം ട്രോണിന്റെ ഉടമ ജിസ്റ്റിൻ സൺ ആണ് വീണ്ടും വൻ തുക നൽകി കൊമേഡിയനെ സ്വന്തമാക്കിയിരിക്കുന്നത്. ന്യൂയോർക്കിലെ പ്രദർശനത്തിലും വാഴപ്പഴത്തിന് ധാരാളം ആരാധകരുണ്ടായിരുന്നു. സെൽഫി എടുക്കാൻ എത്തുന്ന സന്ദർശകരെ നിയന്ത്രിക്കാൻ വാഴപ്പഴത്തിന് ഇരുവശവും പ്രത്യേക സുരക്ഷാ ജീവനക്കാരെ പോലും നിയമിച്ചിരുന്നു. മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതായിരുന്നു ചുമരിലെ ഈ വാഴപ്പഴം എന്ന് ആസ്വാദകർ പറയുന്നു. ഒറിജിനൽ വാഴപ്പഴം ഉപയോഗിച്ച് തന്നെയാണ് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കിയത്. അതാണ് വാങ്ങിയ ആള് കഴിച്ചതും. പഴം ഉപയോഗിച്ച് പല മോഡലുകളും മൗറീസിയോ പരീക്ഷിച്ചിരുന്നു. മരപ്പലകയിലും ഓടിലും ഹോട്ടൽ മുറികളിലുമായി ഇത്തരത്തിലുള്ള മോഡലുകൾ മൗറീസിയോ തൂക്കിയിട്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് ചുമരിൽ ഇൻസ്റ്റലേഷൻ തയ്യാറാക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. തറയിൽ നിന്ന് കൃത്യം 160 സെന്റിമീറ്റർ അകലെ സിൽവർ ഡക്ട് ടേപ്പിന്റെ ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ചാണ് ചുവരിൽ വാഴപ്പഴം ഒട്ടിച്ചത്. കൊമേഡിയൻ എന്ന് പേരിട്ട ഈ വാഴപ്പഴ സൃഷ്ടിയുടെ വിലയോ $6.2 മില്യൺ, അതായത് 54 കോടിയുടെ രൂപയോളം വരും. അതും ഒരു പഴത്തിന് ഒരു സിംഗിൾ സ്ട്രിപ്പ് ടേപ്പിനുമായി കണക്കാക്കിയ വിലയാണ് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്.